ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 31-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു മെത്തേഡ് പറഞ്ഞായിരുന്നു. അതിലും ചെറുതായിട്ടുള്ളൊരു മെത്തേഡാണ് ടെൻസ് പ്ലേസിൽ 1 വന്നു കഴിഞ്ഞാൽ ആൻസർ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാന്നുള്ളത്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഓർഡറിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. യൂണിറ്റ് ടെൻസ് പ്ലേസ് 1 ആണെങ്കിൽ എങ്ങനെ ചെയ്യാം അല്ലെ? ടെൻസ് പ്ലേസ് 1 ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് 12 into 30 അല്ലെ. ഇവിടെ ടെൻസ് പ്ലേസ് എന്താണ്? 1 ആണ്. അപ്പൊ നേരത്തെ ചെയ്തതിന്റെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ, നേരത്തെ ലാസ്റ്റ് ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 2 അത് എഴുതുന്നു 6. തൊട്ടടുത്ത സ്റ്റെപ്പ് അഡീഷൻ ആണ്. 3ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യുക 5. അത് കഴിഞ്ഞിട്ട് ഈ 1ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ടെൻസ് യൂണിറ്റ് പ്ലേസ് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അഡീഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ടെൻസ് പ്ലേസ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആൻസർ എഴുതുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ ചെയ്യാം. 13 into 14 ചെയ്യുന്നു. നമുക്കറിയാം 4 into 3 ആദ്യം ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ. 4 into 3 12 ആണ്. 1 ബാലൻസ് കിട്ടി. 4ഉം 3ഉം ആഡ് ചെയ്യുന്നു. 4ഉം 3 ആഡ് ചെയ്താൽ 7 കിട്ടി. 7നോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. ഇനി 1ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1. ആൻസർ 182 അല്ലെ. കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്പീഡ് കാൽക്കുലേഷനിൽ വേദിക് മാത്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 18 into 15 ചെയ്ത് നോക്കാം അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ. നേരത്തെ ചെയ്തതെന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു ഫോമിലാണ് നമ്മൾ ഇവിടെയും. പക്ഷെ അവിടെ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് മെത്തേഡിൽ പാർട്ടിൽ ചെയ്തിരുന്നത് യൂണിറ്റ് പ്ലേസ് 1 ആണെങ്കിൽ ചെയ്തിരുന്നത് എന്താണ്? യൂണിറ്റ് പ്ലേസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് തന്നെ ആൻസർ എഴുതുന്നു. അത് കഴിഞ്ഞ് ടെൻസ് പ്ലേസ് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണ്? യൂണിറ്റ് പ്ലേസ് വെച്ചിട്ട് 2 കാൽക്കുലേഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ടെൻസ് പ്ലേസിലേക്ക് പോകും അല്ലെ. ഓർഡർ സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു NAM അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 5 40 ആണ്. ബാലൻസ് 4 കിട്ടും. അത് കഴിഞ്ഞിട്ട് 8ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യുക. 8 plus 5 എന്ന് പറയുന്നത് 13 ആണ്. 13 plus 4 അല്ലെ. 13 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17 കിട്ടും. 1 ബാലൻസ് കിട്ടും. 1 into 1 1 ആണ് അല്ലെ. 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്ത 1 ആണ്. പ്ലസ് 1 2. ആൻസർ എന്ത് കിട്ടി? 270 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. സോ ആദ്യം 5ഉം 8ഉം തമ്മിൽ അല്ലെ യൂണിറ്റ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 40 ആണ്. 0 എഴുതി 4 ബാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. 8 plus 5 13 ആണ്. 13 plus 4 17 എഴുതി. 1 ബാലൻസ് വന്നു. ഇനി 1ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ബാലൻസ് വന്ന 1ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ആൻസർ എന്ത് കിട്ടി? നമുക്ക് 270 കിട്ടി. സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന യൂണിറ്റ് പ്ലേസ്, ടെൻസ് പ്ലേസ് 1 ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ടെൻസ് പ്ലേസ് 1 ആണെങ്കിൽ മാത്രം ചെയ്യുന്നതാണ്. ഇപ്പൊ 14 into 16 ഇതുകൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. 6 into 4 24. 2 ബാലൻസ് വന്നു. 6 plus 4 10 plus 2 12. 1 ബാലൻസ് വന്നു. 1 into 1 1 plus 1 2 224. സിമ്പിൾ ആണെന്ന് കരുതുന്നു. ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കി വെക്കണം. അതിന് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഓരോ ട്രിക്കുകൾ പഠിക്കുമ്പോഴും നമുക്ക് സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇൻക്രീസ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മെത്തേഡുമായിട്ട് വരുന്നത് വരെ